ശിവരാമ, മത്തായിച്ചേട്ടാ ഒന്ന് എണീറ്റേ. ശിവരാമൻ എവിടെ? ശിവരാമൻ ആളില്ലാതെ ബാംഗ്ലൂർക്ക് ബസ്സിലോടി പുലർച്ചയ്ക്ക് ഒന്ന് കിടന്നിട്ടുള്ളൂ. നമ്മുടെ ശിവരാമന് ലോട്ടറി അടിച്ചു. 10 ലക്ഷം രൂപ മാരുതി കാരണം ബമ്പർ അടിച്ചു. ശിവരാമ കോളടിച്ചു. എന്താ കാര്യം? നീ അന്ന് എന്നോട് വാങ്ങിച്ച ടിക്കറ്റില്ലേ, അതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. 10 ലക്ഷം രൂപ ഒരു മാറും. ഞാനാണോ കൊച്ചു കണ്ടക്ടറെ? നീ വെറും മുതലാളിയല്ല, കണ്ടക്ടർ മുതലാളി. എനിക്കിപ്പോ പണത്തിനാണ് ആവശ്യം. നീ ഇതെടുത്തിട്ട് 5 രൂപ ഇങ്ങിതാ. ആ ടിക്കറ്റ് ഞാൻ മന്ദം പ്രകാശിന് വിറ്റു. അയ്യോ ശിവരാമ, ശങ്കര, എന്താ എന്താ ശിവരാമന് ലോട്ടറി അടിച്ചു. നിന്നെ പറയട്ടെ, അത് മന്ദം പ്രകാശന് മറച്ചു വെച്ചു. ആർക്കും മറിച്ചു വെച്ചാൽ ധാരല്ല. എന്റെ കമ്മീഷൻ കിട്ടും. പ്രകാശത്തിന്റെ വീടവിടാ. ശിവരാമ, ഇത്രയൊക്കെ ആയിട്ടും പോത്തുപോലെ ഉറങ്ങണ്ടില്ല. പോത്തുപോലെ കിടന്ന് ഉറങ്ങിയല്ല, ബോധം കെട്ട് കിടക്ക. പോയി വെള്ളം എടുത്തോണ്ട് വാ. ശിവരാമ, 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 ശിവരാമ. മാരുതി കാർ എപ്പ ഡെലിവറി എടുക്കണം? 10 ലക്ഷം രൂപ ഏത് ബാങ്കിലിടും? ഞാൻ എത്യോപ്യയിലേക്ക് പോട്ടെ. ഇവിടെ എത്യോപ്യ. പാവം നട്ട് തെറിച്ചാ തോന്നണേ. തോഴ, എന്റെ ടിക്കറ്റ് പോയി. ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്റെ സ്വന്തം അഭിപ്രായത്തിൽ ആത്മഹത്യ ചെയ്യണ്ട. 4 ആളോട് അന്വേഷിച്ചു മതി. ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ ചെയ്യണം. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ 13% ബാങ്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ പലിശ. പഴയ ഇൻട്രസ്റ്റ് ഇപ്പോൾ പുതുക്കിയിരിക്കുക. ശരി, ടാക്സി എല്ലാം കൊണ്ട് വലിയ മാറ്റങ്ങളല്ലേ ഇപ്പോൾ. കണ്ണൂടെ ഇപ്പൊ കണ്ണൂടാ. നല്ല പലിശ നിരക്കും. ഒന്നെടുത്ത് തണുപ്പിച്ചോ. എപ്പോഴാ ബോധം വേണ്ടത്? ബോധം വന്നില്ല. പ്രകാശ, ഞങ്ങളുടെ ബാങ്കിന് വേണ്ടി ക്യാൻവാസ് ചെയ്തിരിക്കുകയാണ്. ഇത് ബാങ്കിന്റെ കാര്യമൊന്നും അല്ല മാഷേ. ഒന്ന് വന്നേ, ഒന്ന് ഇങ്ങോട്ട്. എന്താ കാര്യം? എന്റെ പൊന്നു പ്രകാശ, അന്ന് എനിക്ക് അബദ്ധം പറ്റിയതാ. ആ ടിക്കറ്റ് എന്റേതല്ലേ? അത് ഞാൻ ശിവരാമന്റെ അടുത്ത് വാങ്ങിച്ചതല്ലേ? അയ്യോ, ഞാനല്ലേ അത് ആദ്യം വാങ്ങിച്ചത്. അതെനിക്ക് തന്നൂടെ? നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? എനിക്ക് ടിക്കറ്റ് തരാൻ പറ്റില്ല. മാറോ. സംഭവിച്ചേ. ടിക്കറ്റ് നിങ്ങൾ കൊടുക്കും വേണ്ട. സമ്മാനത്തുക 50-50 ആക്കി കളി. പറ്റില്ല. അതെല്ലാം പോട്ടെ, വട്ടച്ചെലൊരു 25,000 കൊടുത്തേരെ. ഇല്ല. അയ്യോ, ദേ മനുഷ്യത്വത്തിന്റെ പുറത്തെങ്കിലും ഒരു 5,000 രൂപ എനിക്ക് താ. 5 പൈസ ഞാൻ തരില്ല. നീ തരില്ലേ? വാങ്ങിക്കാൻ എനിക്കറിയാം. സമ്മാനം വാങ്ങിയിട്ട് കൈക്കും കാലിന് സ്വാധീനം ഉണ്ടെങ്കിലേ നീ വീട്ടിൽ കയറൂ. എന്റെ പുറകിലും ആൾക്കാരുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ വാങ്ങിക്കൂടാ. അമ്മേ, അമ്മേ കുമ്മേ ഞാൻ കൊണ്ടുകൊണ്ടിരിക്കാം. ചോദിക്കട്ടെ, ഇതെന്താന്ന് വെച്ചാൽ കേട്ടില്ല. എന്നാലേ ഇതിന്റെ ഷെയർ നമുക്കും കിട്ടും, ഉറപ്പാ.